രാഘവ രാമ ശ്രീരഘുരാമ സീതാഭിരാമ സീതാഭിരാമ. കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും ഭക്തി ഇത്തിരി കൂടിയെന്നൊക്കെയാണ് പാരന്റ്സ് വിചാരിച്ചിരിക്കുന്നത്. വാതിലടച്ചിട്ടിട്ട് ഇതിന്റെ റീൽ ചെയ്തോണ്ടിരിക്കുക, ചന്ദനത്തിരിയും കത്തിച്ചോണ്ട് പോകുന്ന പിള്ളേര് റൂമിലേക്ക്. അപ്പൊ എല്ലാരും ഇവരുടെ ഭക്തി കൂടിയതാണ്. ഇതിപ്പോ ട്രെൻഡിങ്ങിൽ നിൽക്കുകയാണ്. കല്ലായിരുന്നൊരഹല്യയ്ക്കു മോക്ഷം കൊടുത്ത ശ്രീരാമനല്ലേ. എല്ലാരും വിചാരിക്കുന്ന ഒരു കുഞ്ഞിക്കുട്ടിയുടെ സൗണ്ട് ആണെന്നാണ്. പക്ഷെ ഇത് ഒരു കുഞ്ഞിക്കുട്ടിയുടെ സൗണ്ട് ആയിട്ട് ഞങ്ങൾ അങ്ങ് ഒതുക്കുന്നില്ല. ആരോരും ഇല്ലാത്തവർക്ക് സന്നിധി മേലിൽ അംബികെ ചോറ്റാനിക്കരെ വാഴുന്നുരമ്മേ. പൊന്നെ അടിപൊളി. ഒരു വിഭാഗം ആളുകളുടെ വിചാരം ശ്യാമ ഈ ചെറിയ വോയിസിൽ പാട്ട് പാടി ഒരു ഡിവോഷണൽ സോങ്ങിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കുട്ടിയാണോ എന്നൊരു ചിന്തയുണ്ട്. അതെല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സിനിമയിലെ പാട്ട് പാടാം. കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ. വിജയത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് സഞ്ചരിക്കണം എന്ന് പറയുന്ന പോലെ ശ്യാമയുടെ അടുത്തൊരു സ്റ്റെപ്പ് വിജയത്തിലേക്കുള്ള യാത്ര ചിലപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യായിരിക്കും. മനമൊരു ശ്രുതിഴയാ പൂമാനമേ ഒരു രാഗമേഘം താ. ഇപ്പൊ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാള് ശ്യാമയുടെ പാട്ടിൽ അഭിനയിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? അതൊന്ന് ശ്യാമ തന്നെ ഒന്ന് പറഞ്ഞേ. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള ദിലീഷ് പൂത്തൻ സംവിധായകൻ, നമുക്കൊരു ആഗ്രഹം ഇപ്പം ഹിറ്റ് സൃഷ്ടിക്കുന്ന സംവിധായകരുടെ സിനിമയിലൊക്കെ ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ പാട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഞാൻ പാടി പാട്ട് അപ്പൊ ആ ഒരു എന്റെ കളക്ഷനിൽ ഇല്ലാത്തൊരു പാട്ട് അത് ഇപ്പോഴും ഷൂട്ട് ചെയ്തിട്ടില്ല. അതെ അതെ, ഈ ആഗ്രഹം ഇങ്ങനെ വെക്കുന്നുണ്ടല്ലോ. ദിലീഷേന്റെ സാറിന്റെ ഫിലിമില് വേറൊരാളുടെ എൻട്രി അതില് ദിലീഷേട്ട അഭിനയിച്ചിട്ടുണ്ട്. പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഒതുക്കിയപ്പോ ഞാൻ പാടിയ പാട്ടില് ദിലീഷ് ഭയങ്കര ഒരു സന്തോഷമായി. അപ്പം ആ ഒരു മൊമെന്റ് ഞാൻ പിന്നെയാണ് ഞാനിത് ഇവരോടൊക്കെ സംഗീതം അറിയുന്നവരുണ്ട് അറിയാത്തവരുണ്ട്, പക്ഷെ ആസ്വാദനത്തിന്റെ ലെവല് വളരെ വലുതാണ്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പൊ ഇന്ന് മലയാളികളുടെ ഒരു തെറ്റിദ്ധാരണ ഞാൻ മാറ്റാൻ പോകുന്ന ഈ ഷോയിലൂടെ വേറെ ഒന്നുമല്ല, ഒരു 2009-2010 കാലഘട്ടത്തിൽ ഭയങ്കര ട്രെൻഡിങ്ങിലായ ഒരു ഹിന്ദു ഡിവോഷണൽ സോങ് മിഴിയഴക് നിറയും രാധ എന്ന് പറഞ്ഞ ഒരു അടിപൊളി പാട്ട്. അത് അന്ന് തുടങ്ങിയിട്ട് 2024 എത്തിയേക്കുമ്പോൾ ഇന്നും ട്രെൻഡിങ്ങിൽ തന്നെ നിൽക്കുകയാണ്. ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴും എന്ത് വരുമ്പോഴും ഈ പാട്ട് അവിടെ മസ്റ്റാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ട് പാടിയിരിക്കുന്നത് ഒരു കുഞ്ഞു കുട്ടിയാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. ആ പാട്ട് പാടിയ കുട്ടി ഇപ്പൊ നമ്മുടെ ഒപ്പം ഉണ്ട്. അത് നമ്മുടെ സ്വന്തം ശ്യാമക്കുട്ടിയാണ്. ശ്യാമ, നമസ്കാരം. വെൽക്കം ടു അവർ ഷോ. അപ്പൊ എന്തായാലും ഈ പാട്ടിനെ കുറിച്ച് തന്നെയാണ് ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു പാട്ട് പാടിയിട്ട് അങ്ങനെ തുടങ്ങിയാലോ? ഓക്കെ. മിഴിയഴകു നിറയും രാധ മുഴിയഴകു പൊഴിയും രാധ, മിഴിയഴകു നിറയും രാധ മുഴിയഴകു പൊഴിയും രാധ, കണ്ണന്റെ മനസ്സിൽ വന്നിരുന്നവൾ നീലക്കടമ്പിൻ ചൂട്ടിൽ നീരുന്നു, നീരത വർണ്ണന ഞാൻ വരുന്നു, കോലക്കുഴലെടുത്തു ഞാൻ ഊതിപ്പാടവേ, കോലക്കുഴലെടുത്തു ഞാൻ ഊതിപ്പാടവേ, നാളത്തോടെ മുഖം കുനിച്ചവളു നിന്നു. അടിപൊളി. അപ്പൊ എന്തായാലും ഈ ഒരു സൗണ്ട് നമ്മള് കുറേ ആയിട്ട് ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് ഒരു കുഞ്ഞിക്കുട്ടിയുടെ സൗണ്ട് ആണെന്നാണ്. പക്ഷെ ഇത് ഒരു കുഞ്ഞിക്കുട്ടിയുടെ സൗണ്ട് ആയിട്ട് ഞങ്ങൾ അങ്ങ് ഒതുക്കുന്നില്ല. എനിക്കറിയാം എല്ലാ തരത്തിലുള്ള പാട്ടുകളും ഏത് വോയിസിൽ വേണമെങ്കിലും ശ്യാമയ്ക്ക് പാടാൻ പറ്റും. ആരും വിചാരിക്കരുത് അതൊരു കുട്ടി വോയിസ് അല്ലേ, ഇത് കുട്ടിയുടെ പാട്ട് മാത്രമേ പാടാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമുക്ക് ഈ ഷോയിൽ നിന്ന് നമ്മൾ തെളിയിക്കും അല്ലേ? ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് ഈ പാട്ടിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഈ പാട്ട് പാടാൻ തുടങ്ങിയത് ഏതൊരു കാലഘട്ടത്തിലാണ്?
പാട്ട് പാടാൻ തുടങ്ങിയത് LKG UKG ആ ഒരു കാലഘട്ടത്തിൽ തുടങ്ങി. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. നമ്മള് വരവ് നമ്മുടെ LKG കാലഘട്ടത്തിൽ തന്നെ അറിയിച്ചിട്ടുണ്ട്. അച്ഛനൊരു പാട്ടുകാരനാണ് അല്ലെ, അച്ഛനൊരു ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. ഓക്കെ, അപ്പോ അതിൽ നിന്നാണ് ഇപ്പൊ നമ്മള് അപ്പൊ അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇതിലേക്ക് എത്തിയേക്കുന്നത്. ഇപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ ശ്യാമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്യാമൻ ആരും അറിഞ്ഞിട്ടില്ല, പക്ഷെ ഈ പാട്ട് ലോകം മൊത്തം അറിഞ്ഞിട്ടുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഇപ്പൊ 2024 ഘട്ടത്തില് ട്രെൻഡിങ് ആയി നിൽക്കുന്ന മറ്റൊരു ഗാനമുണ്ട്, രാഘവരാമ. ഇപ്പത്തെ എല്ലാ റീൽസിലും ഭയങ്കരമായിട്ട് ട്രെൻഡിങ് നിൽക്കുന്ന, അത് പാടിയേക്കുന്ന ശ്യാമനല്ലേ. ഓക്കെ, ആ പാട്ടൊന്ന് പാടാമോ? രാഘവരാമ ശ്രീരഘുരാമ സീതാഭിരാമ സീതാഭിരാമ രാജാധിരാജനായിരേഴു ലോകവും വാഴുന്ന രാമ രാമ വില്ലും അമ്പും കൈകളിലേന്തിയ വില്ലാളി വീരനല്ലേ കല്ലായിരുന്നൊരഹല്യയ്ക്കു മോക്ഷം കൊടുത്ത ശ്രീരാമനല്ലേ. എന്തായാലും ഈ പാട്ട് കേൾക്കുമ്പോ ഇപ്പത്തെ ട്രെൻഡാണ് ഈ റീൽസിലെല്ലാം. ഇപ്പോ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും ഭക്തി ഇത്തിരി കൂടിയെന്നൊക്കെയാണ് പാരന്റ്സ് വിചാരിച്ചിരിക്കുന്നത്. വാതിലടച്ചിട്ടിട്ട് ഇതിന്റെ റീൽ ചെയ്തോണ്ടിരിക്കുക, ചന്ദനത്തിരിയും കത്തിച്ചോണ്ട് പോകുന്ന പിള്ളേര് റൂമിലേക്ക്. അപ്പൊ എല്ലാരും വരികയാണ് ഭക്തി കൂടിയതാണ്. ഇതിപ്പോ ട്രെൻഡിങ്ങിൽ നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ പാട്ട് പാടിയ ആള് ഇതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും പല പല മുഖങ്ങളാണ് റീൽസിലൂടെയൊക്കെ ആൾക്കാർ കണ്ടോണ്ടിരിക്കുന്നത്, പക്ഷെ പാടിയ ആളെ ആരും കണ്ടിട്ടില്ല. അപ്പൊ അത് നമ്മളൊന്ന് കാണിച്ചു കൊടുത്താണ്. അപ്പൊ എന്തായാലും ഇതേപോലത്തെ ശ്യാമ പാടിയ പാട്ടുകളെല്ലാം ഇതേപോലെ ട്രെൻഡിങ്ങിലാവട്ടെ. ഈ വോയിസ് എന്തായാലും ട്രെൻഡ് ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് തന്നെ അതിനെ ഒന്നുകൂടി കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്നതാണ്. ഇപ്പൊ ശ്യാമ തന്നെ ശരിക്കും പറഞ്ഞ ഈ 2009 ഈ കാലഘട്ടത്തില് നമ്മുടെ ഈ പാട്ട് ഭയങ്കര ഹിറ്റ് ആവുന്ന ഒരു കാലഘട്ടത്തില് സോഷ്യൽ മീഡിയ ഒന്നും അത്ര ആക്റ്റീവ് അല്ല. ഇപ്പൊ ഇന്നാണെങ്കിൽ ഒരുപാട് ഇൻസ്റ്റാഗ്രാം വഴിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അന്ന് സോഷ്യൽ മീഡിയ തീരെ ആക്റ്റീവ് അല്ലാത്തൊരു കാലമാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ശ്യാമിനെ ആളുകൾ തിരിച്ചറിയാതെ പോയത്. ഇപ്പൊ ഇന്ന് എനിക്ക് തോന്നുന്നു റീസെന്റ് ആണെന്ന് തോന്നുന്നു ശ്യാമ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ എടുത്തത്. എന്തായാലും നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായി. അപ്പൊ എന്തായാലും അപ്പൊ ആ ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ, ബസ്സിൽ പോകുമ്പോൾ, അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ പാട്ടുകൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാറില്ലേ? തീർച്ചയായിട്ടും. ആർക്കും അറിയില്ല. ഏതെങ്കിലും അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ പറഞ്ഞിട്ടോ ഇത് നല്ല പാട്ടാണ്, നല്ല നല്ല CD ആണ്, മേടിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളോടാണോ ഗുരുവായൂർ പോയപ്പോ നല്ല പാട്ടാണ് മേടിച്ചോ എന്ന് പറഞ്ഞിട്ടാ അവരോട് പറഞ്ഞോ അത് ഞാനാ പാടിയത്? ഇല്ല, നമ്മള് പാടിയ ആളല്ലേ. അപ്പൊ നമ്മള് മിണ്ടാതിരിക്കും. അത് പറയും. കൂടെ അച്ഛനും അമ്മയും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് പറയും നമ്മുടെ കുട്ടി തന്നെയാണ്, നമ്മളത് എൻജോയ് ചെയ്യും. പിന്നെ സന്തോഷമല്ലേ അതൊക്കെ. പിന്നെ പറയാനൊരു മടിയായിരിക്കും. ഞാൻ തന്നെയാണെന്ന് നമ്മളെ അല്ലാതെ തോന്നിയിട്ടുണ്ടോ മനുഷ്യ അത് എന്റെ പാട്ടാണെന്ന് പറയണമെന്ന്? മിണ്ടാതിരിക്കും. ഭയങ്കര പേടിയും ടെൻഷനൊക്കെയാണ് ഈ ഒരു കാര്യത്തില്. എന്തായാലും സന്തോഷമാണ്. അതൊക്കെ അപൂർവങ്ങളിൽ ആൾക്കാർ കിട്ടുന്ന ഭാഗ്യമാണ് അതൊക്കെ. ഇപ്പൊ നമ്മളൊരു ഫംഗ്ഷൻ പോകുമ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും അമ്പലത്തിൽ പോകുമ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോകുമ്പോ നമ്മുടെ പാട്ട് അവിടെ ഇങ്ങനെ ഇട്ട് കേൾപ്പിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അപ്പോൾ കുട്ടികളോട് ഡാൻസ് കളിക്കുക, അതൊക്കെ വലിയ കാര്യമാണ്. ഇന്ന് ബസ്സിന് വരുമ്പോ വരുന്ന വഴി അടുത്തിരുന്നൊരു ചേച്ചി ഇതുപോലെ തന്നെ മൊബൈലിൽ പ്ലേ ചെയ്തപ്പോ രാഘവരാമ ഇങ്ങനെ സ്കിപ്പ് ചെയ്തു പോലോ. എന്തായാലും ഒരു കാര്യം ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യണം. അതായത് ഇനി എന്തായാലും ഇപ്പൊ സോഷ്യൽ മീഡിയ എല്ലാം ആക്റ്റീവ് ആയിട്ടിരിക്കുകയല്ലേ, അപ്പൊ മാക്സിമം നമ്മുടെ റീൽസുകളും കാര്യങ്ങളും ഇതൊക്കെ നമ്മളും പാടിത്തരും, ഓൺ വോയിസിൽ പാടിത്തരും കേട്ടോ. അപ്പൊ എന്തായാലും ആളുകൾക്കൊക്കെ എത്തട്ടെ. എന്തായാലും കാരണം ഇതേപോലത്തെ കലാകാരികളൊക്കെ നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. നമ്മുടെ ചുറ്റും ഒരുപാട് ആൾക്കാർ ഇതേപോലെയുണ്ട്. അപ്പൊ എന്തായാലും ഓക്കെ, നമുക്ക് ഇനി അടുത്ത ഗാനത്തിലേക്ക് തന്നെ വരാം. പിന്നെ ഇതുപോലെ ശ്യാമ പാടിയേക്കുന്ന ഒരുപാട് ട്രെൻഡിങ് സോങ്സ് ഉണ്ട്. അതിലൊന്നാണ് ചോറ്റാനിക്കരയിലെ, അതും ഇതുപോലെ ഭയങ്കരമായിട്ടുള്ള ഹിറ്റായിട്ടുള്ളൊരു, അതൊന്ന് പാടാമോ? ആശ്രയം നീ തന്നെയല്ലാതാരുണ്ടു പാരിൽ, ആരോരും ഇല്ലാത്തവർക്ക് സന്നിധി മേലിൽ, അംബികെ ചോറ്റാനിക്കരെ വാഴുന്നുരമ്മേ. ആശ്രയം നീ തന്നെയല്ലാതാരുണ്ടു പാരിൽ, ആരോരും ഇല്ലാത്തവർ
ഇല്ലല്ലോ, അടുത്തേക്ക് പോയല്ലേ. കുഴപ്പമില്ല. വലയുന്ന ജന്മമായി ഞാൻ വലം വയ്ക്കും നാലമ്പലത്തിൽ ശ്രീകോവിൽ നടയ്ക്കു മുൻപിൽ കൈകൂപ്പി തൊഴുതു നിൽക്കും. നന്മകൾ വാരി വിതറുന്ന ദേവിയാണല്ലോ, എന്നെയും കൈവിടിയാതെ കാത്തിടുകില്ലേ അംബികെ ചോറ്റാനിക്കരെ വാഴുന്നൊരമ്മേ. പൊന്നെ, അടിപൊളി. എന്തായാലും പല സിറ്റുവേഷനിലും നമുക്ക് ഇപ്പൊ ഒരുപാട് ആളുകള് ടെൻഷനൊക്കെ വരുമ്പോൾ പാട്ട് കേൾക്കുന്നവരുണ്ടാവും, ഭക്തിഗാനം കേൾക്കുന്നവരുണ്ടാവും. അപ്പൊ കുറെ പേർക്ക് ആശ്വാസം കൊടുക്കുന്ന ഒരു ശബ്ദവും കൂടിയാണ്. ഈ ഒരു തിരിച്ചറിവൊക്കെ ഉണ്ടോ നമുക്ക്? ചുമ്മാ ഇപ്പോ ശരിക്കും പറഞ്ഞ എന്താ ചെയ്യുന്നത്? ജോലിയായിട്ട് എന്താ ചെയ്യുന്നത്? ജോലി സംഗീതം തന്നെയാണ് മേഖല. രുദ്ര അക്കാഡമി ഓഫ് പെർഫോമിംഗ് ആർട്സ്, രുദ്ര അക്കാഡമി വീണയില് ഫാക്കൽറ്റിയാണ്. വീണ ഫാക്കൽറ്റി. ഓക്കെ, അടിപൊളി. അപ്പൊ ഇത് തന്നെയാണ് ജോലിയായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഇത്ര വർഷങ്ങളായി ഇപ്പൊ നമ്മള് കാസറ്റിലും ഇതിലൊക്കെ പാടി നമ്മുടെ അത്യാവശ്യം നന്നായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്സ് ഒക്കെ ഉണ്ട്. ഈ ഒരു ഫാക്കൽറ്റി സിസ്റ്റം ഇത് നല്ലതാണ്. ഞാൻ ഒരിക്കലും അതൊരു ജോലിയാണ്, ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. പക്ഷെ സെൽഫായിട്ട് ഒരു സൈഡില് ഇതാണ് ഞാനൊരു സിംഗറാണ്, എൻ്റെ വഴി ഇതാണെന്ന് തെരഞ്ഞെടുത്ത് മുമ്പോട്ട് പോവാത്ത സിനിമകളിലോ ഒരുപാട് വഴികളുണ്ടല്ലോ, അതിലേക്ക് പോവാഞ്ഞതാണോ അല്ലെങ്കിൽ സാഹചര്യം കൊണ്ട് നമ്മൾ മാറിയതാണോ? സാഹചര്യമായിരുന്നു. എന്ത് പറ്റിയതായിരുന്നു? 2010 ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന സമയം വരെ ഇപ്പം തൃശ്ശൂർ നമ്മുടെ വീടിനടുത്തുള്ള ലോക്കാലിറ്റിയിലുള്ള പ്രോഗ്രാംസ് അല്ലാതെ ഇപ്പം പുറത്ത് ഇവിടെ കൊച്ചിയിലൊക്കെ വന്ന് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു, ഗാനമേള, ചെറിയ രീതിയിലും ഷോസൊക്കെ. മ്യൂസിക് ഡിഗ്രി എടുത്ത് പഠിക്കാന്ന് വെച്ചിട്ട് RLVയിൽ ജോയിൻ ചെയ്ത സമയത്ത് ഇപ്പം അറ്റൻഡൻസിന്റെ ഷോർട്ടേജ് ഒക്കെ വരാതിരിക്കാനും ഒക്കെ പ്രോഗ്രാംസ് ഒന്ന് കുറച്ചു. അപ്പം അപ്പോഴും റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് വോക്കലായിരുന്നു. പിന്നെ അതിനുശേഷം PG ഇൻസ്ട്രുമെന്റ് ഇഷ്ടപ്പെട്ട് അതിലങ്ങനെ വീണയിൽ ചെയ്തു PG. അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വന്നു. അപ്പം പ്രോഗ്രാംസും റെക്കോർഡിംഗ് ഒന്നും കൂടി കുറച്ചു, ഞാനായിട്ട് തന്നെ കുറച്ചു. അപ്പോൾ അപ്പോഴും സങ്കടം ഉണ്ടായിരുന്നു ഉള്ളിൽ, ഇങ്ങനെ നമുക്ക് ഇത് ഒരുമിച്ച് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. നമ്മുടെ പെർഫോമൻസും നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷനും ഒരുമിച്ച്. അതെ അതെ. അപ്പോഴും കുറച്ചൊക്കെ പ്രോഗ്രാംസ് ഞാൻ ചെയ്തിരുന്നു കിട്ടുന്ന സമയമൊക്കെ. പിന്നെ ഉപരിപഠനത്തിനായിട്ട് പോയപ്പോഴാണ് പൂർണ്ണമായിട്ട് ഇതിന് വിട്ടു നിൽക്കേണ്ടി വന്നു. നാട്ടിലല്ലായിരുന്നു, കണ്ണൂരായിരുന്നു. ഓ ശരി. പിന്നെ അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ പോവാതിരിക്കാൻ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു അല്ലേ? അപ്പൊ പിന്നെ നമ്മളെ സ്ഥിരം വിളിക്കുന്നവർ കൂടി ആ ഒരു ടച്ച് വിടല്ലോ. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഈ പറയുന്ന പഴയ ആളുകളെയൊക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കാണാറുണ്ട്. പക്ഷെ ആ ഒരു ഗ്യാപ്പ് വന്നപ്പോ അവർക്കും വിളിക്കാനായിട്ടൊരു പിന്നെ ആർട്ടിസ്റ്റുകൾ നിറയെ ഉണ്ടല്ലോ. അപ്പോൾ ആളുകളുണ്ട്, വന്നുകൊണ്ടിരിക്കും. ഒരുപാട് കുട്ടികളുണ്ട് പാടുന്നവർ. അപ്പോൾ നമുക്ക് ഈ ഫീൽഡിൽ നിൽക്കാൻ ഇങ്ങനെ നിലനിന്ന് പോവാന്ന് കഴിയുന്നത് തന്നെയാണ് വലിയൊരു ഭാഗ്യം. പിന്നെ തീർച്ചയായും. ശരിക്കും ശ്യാമ പറഞ്ഞു വരുന്നത്, ശ്യാമ സാഹചര്യം കൊണ്ടാണ് ഒരു സൈഡിലേക്ക് കുറച്ച് നാൾ ഒരു ഗ്യാപ്പായി പോയത്. കാരണം ഒരു പഠനവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഫീൽഡിൽ നിന്നൊന്ന് മാറി നിൽക്കേണ്ടി വന്നു. അറ്റൻഡൻസ് മുടങ്ങാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാൻ വേണ്ടി മാറി നിൽക്കേണ്ടി വന്നു. അതുമായി പിന്നെ കുറച്ച് കാലം മാറിയപ്പോഴത്തേക്കും ആ ടച്ച് വിട്ടു. അതുപോലെ പഴയ കോണ്ടാക്റ്റുകളെല്ലാം വീണ്ടും പോയായിരുന്നു. അപ്പൊ എന്തായാലും ഇത് കാണുന്നവര് ഇപ്പൊ ശ്യാമ തിരിച്ച് ഇപ്പൊ ഒരു ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും വീണ്ടും പാട്ട് പാടാൻ എല്ലാത്തിനും തയ്യാറാണ് അല്ലേ? അതാണ് നമുക്ക് ഇഷ്ടം. അപ്പൊ നമുക്ക് ഈ പാട്ടിലേക്ക് വരാം. അതായത് ശ്യാമ, ഒരു വിഭാഗം ആളുകളുടെ വിചാരം ശ്യാമ ഈ ചെറിയ വോയിസിൽ പാട്ട് പാടി ഒരു ഡിവോഷണൽ സോങ്ങിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കുട്ടിയാണോ എന്നൊരു ചിന്തയുണ്ട്. അതെല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സിനിമയിലെ പാട്ടൊന്ന് പാടാമോ? ഞാൻ റിക്വസ്റ്റ് ചെയ്യട്ടെ, മറ്റേ കരളിലു അതൊന്ന് പാടാം. പൂമാനമേ. പൂമാനമേ, അതിന്റെ ഒരു മിഡ് വെച്ചിട്ട്. കരളിലെഴും ഒരു മൗനം, കസവണിയും ലയമൗനം, സ്വരങ്ങൾ ചാർത്തുമ്പോളോ. കരളിലെഴും ഒരു മൗനം, കസവണിയും ലയമൗനം, സ്വരങ്ങൾ ചാർത്തുമ്പോൾ വീണയായി മണിവീണയായി വീജിയായി കുളിർവാഹിയായി മനമൊരു ശ്രുതിയായി പൂമാനമേ ഒരു രാഗമേഘം താ.
അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. നമുക്ക് സന്തോഷമാണ്. ഇനി 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 ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വീണ്ടും പിന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ക്ഷമയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? നിറയെ പാടണം, നല്ലൊരു അക്കാഡമിഷ്യൻ ആവണം, എന്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. ശരി, നമുക്ക് ചുറ്റും ഒരുപാട് ഗായകരുണ്ട്. ഇപ്പൊ ഒരു പാട്ടുകാരനാണെങ്കിൽ ഒരു പാട്ടുകാരിയാണെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു 2 വിളക്കുകളുണ്ട്. ദാസേട്ടൻ, ചിത്ര ചേച്ചി, പിന്നെ അതേപോലെ മറ്റു ഗായകരുണ്ട്, MG ഏട്ടൻ, ഒരുപാട് ഗായകർ നമ്മുടെ ചുറ്റുമുണ്ട്. ഇവരുടെ കൂടെയൊക്കെ പാടണമെന്ന് ആഗ്രഹമില്ലേ? ഒരുപാട് ആഗ്രഹം. എന്താ ആഗ്രഹത്തിന്റെ കൂട്ടം അത് പറയാത്തെ? ആഗ്രഹങ്ങൾ പറയാൻ തന്നെ പേടിയല്ലേ? അങ്ങനെയില്ല, നമുക്ക് നമ്മുടെയും കൂടി കഴിവതിനനുസരിച്ച് വളർത്തണല്ലോ. അതെ, ഒരു ഇപ്പൊ ശ്യാമയുടെ ഭാഗത്ത് ഇപ്പൊ ശ്യാമ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും അത്രയൊന്നും എത്തിയിട്ടില്ല, അവരുടെ കൂടെയൊക്കെ പാടണമെങ്കിൽ ഇനിയും ഒരുപാട് എനിക്ക് വളരാനുണ്ട്, അതല്ലേ വിചാരിക്കുന്നത്? നമ്മളൊരു ഇപ്പം ഓഡിയൻസിന് സംഗീതം അറിയുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. പക്ഷെ ആസ്വാദനത്തിന്റെ ലെവല് വളരെ വലുതാണ് സംഗീതം പഠിച്ചിട്ടില്ലാത്തവർക്കും. അപ്പം നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പാട്ട് അവർക്ക് വേണ്ടി പാടുമ്പോൾ അത് ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യണമെങ്കിൽ നമ്മളും പഠിക്കണം. അപ്പൊ എന്തായാലും ശ്യാമ, ഇപ്പൊ നമുക്ക് ഇപ്പൊ എത്ര ആൾക്കാരാണ് ശ്യാമയുടെ ഇപ്പൊ ഈ സൗണ്ട് അല്ലെങ്കിൽ ഈ പാട്ടുകൾ ആസ്വദിക്കുന്നത്? ഓരോ ടൈമിലും ട്രെൻഡിങ് ആവുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലരും ചിലപ്പോൾ ഒരു ടൈമിൽ റിലാക്സ് ചെയ്യുന്നത് ചിലപ്പോൾ ഈ ശബ്ദം കേട്ടിട്ടൊക്കെ ആയിരിക്കും. അപ്പൊ ശ്യാമ ഒരിക്കലും വിചാരിക്കേണ്ട ഞാൻ അവരുടെ അടുത്തോളം എത്തിയിട്ടില്ല എന്ന് അങ്ങനെ വിചാരിക്കേണ്ട. അത് ആളുകൾ തെരഞ്ഞു പിടിച്ച് ശ്യാമനെ അവിടെ കൊണ്ടുപോകും. കാരണം അർഹതപ്പെട്ട ആളുകളുടെ ഇടയിലേക്ക് ശ്യാമ ഇപ്പോഴും എത്തിയിട്ടില്ല. അത് എത്തേണ്ട വലിയൊരു കലാകാരിയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ദാസേട്ടനും ചിത്ര ചേച്ചിയും അവരുടെയൊക്കെ കൂടെ പാടാൻ പറ്റട്ടെ, എത്രയും പെട്ടെന്ന് പാടാൻ പറ്റട്ടെ കേട്ടോ. പിന്നെ അതേപോലെ അവരാരെങ്കിലും നേരിട്ട് കാണുകയും ചെയ്തിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല, അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അതിനുള്ള ഭാഗ്യം ഈ ഷോ കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാവട്ടെ ശ്യാമ. ഓക്കെ, ഇനി ഒരു കട്ടെ, കീർത്തനങ്ങൾ ഒരുപാട് പാടാറുണ്ട് അല്ലേ? ഏതെങ്കിലും ഒരു കീർത്തനം പാടാമോ? അപ്പൊ ശരി, അപ്പൊ നമുക്കൊരു കീർത്തനം. കീർത്തനം ഞാനൊരു വർണ്ണം പാടാം. ഇപ്പം എൻ്റെ ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വർണ്ണം പാടാം. വിഞ്ചമൂരി വരദരാജ അയ്യങ്കാറിന്റെ ഒരു രാഗമാലിക താനവർണം. ചലമീലജേസേവു രചകനി ഇമാവരദരാജൈലനി പൈമാജെ ഏലി വലഭൂത ലഗയുന്നദീര ദദ പപ മപ മഗരിരി മഗരിരി സരി സനി ദദ സരി മമ പമ മപദ സനി ദദ സരി മഗരിരി സരി ദസ പദ മപ മഗരി സരി മച്ച ലമേല. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഇത്രത്തോളം നന്നായിരുന്നു അല്ലെങ്കിൽ അടിപൊളിയെന്ന് പറയാനൊന്നും ഞാനിതൊന്നും ജഡ്ജ് ചെയ്യാറൊന്നും ആയിട്ടില്ല. അപ്പോൾ ഒരു ആസ്വാദകൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. പിന്നെ പറയാനുള്ളത് ശ്യാമ, ഇപ്പൊ ഒരു ഫാക്കൽറ്റി സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യാണ്. ശ്യാമയ്ക്ക് എത്തിപ്പെടാത്ത ഒരുപാട് മേഖലകളുണ്ട്. ഈ ഒരു പ്രായത്തിനുള്ളിൽ ഒരുപാട് ആഗ്രഹിച്ച അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് മേഖലയുണ്ട്. ആ മേഖലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇപ്പോഴും നമ്മുടെ ചുറ്റും ഒരുപാട് കുട്ടികൾ എടുത്ത് കഷ്ടപ്പെടാനുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. അതെന്താണ്? അല്ലെങ്കിൽ ആ കുട്ടികളോട് അല്ലെങ്കിൽ അവർക്ക് എത്തിപ്പെടാൻ വേണ്ടി അവർക്ക് കൊടുക്കാവുന്ന ഒരു അഡ്വൈസ് എന്താണ്? ഇപ്പം മാക്സിമം നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു തൊഴിൽ, ഒരു പെർമനന്റ് ഒരു ഇൻകം നമുക്ക് വേണം. ഒപ്പം തന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട പ്രൊഫഷനും കൂടി കൊണ്ടുപോകാനാണ് ഞാൻ പറയുള്ളൂ. ഇപ്പം പാടുന്ന കുട്ടികൾ വേറെ പ്രൊഫഷൻ വർക്ക് ചെയ്യുന്നവരുണ്ടാവാം. അപ്പം പാടാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് വിടരുത്, കൊണ്ടുപോകണം. പിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരോട് പറയാനുള്ളത്, ഇപ്പോൾ ഫാമിലിയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ മാക്സിമം നമ്മൾ സമയം അനുവദിച്ച് കൊടുക്കുക. അവർക്ക് അതിൽ പഠിക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നെ നമ്മൾ ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്നല്ലെങ്കിൽ അവരുടെ പാട്ട് ആസ്വദിക്കുന്ന അല്ലെങ്കിൽ കല ആസ്വദിക്കുന്ന അതെന്ത് കഴിവായിക്കോട്ടെ, ബാക്കിയുള്ളവർ ചെയ്യേണ്ടത് അവർക്ക് അതിനെ വളർത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അപ്പം പ്രോഗ്രാംസ് ആയാലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായാലും എല്ലാത്തിനും വഴിയൊരുക്കി. ശ്യാമയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്യാമയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ നടക്കാതെ പോയിട്ടുള്ള? അതെന്തായിരുന്നു? നല്ലൊരു പെർഫോമർ ആവാം, ലൈവ് പാടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രോഗ്രാംസൊക്കെ ലൈവ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ.
ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു ഗ്യാപ്പ് വന്നപ്പോ എനിക്ക് പ്രോഗ്രാംസ് ഒക്കെ കുറഞ്ഞപ്പോ ഒരുപാട് നമ്മുടെ ഒത്തിരി കയ്യിൽ വിഷമം ഇങ്ങനെ വന്നു. ഇനി ഇപ്പോഴും നമുക്ക് ആഗ്രഹം ഉണ്ടല്ലോ ഉണ്ട് ലൈവ് പാടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടല്ലോ. അറിയണ്ട്. അപ്പൊ എന്തായാലും ആൾക്കാർ അറിഞ്ഞ് എന്തായാലും എത്തും, ശ്യാമയുടെ അടുത്തെത്തും. ശ്യാമ ഇത്രയും കൂടി സോഷ്യൽ മീഡിയയിലും എല്ലാത്തിലും ഒന്ന് ആക്റ്റീവ് ആവുക, മാക്സിമം നമുക്ക് അതിനുള്ള സമയം കണ്ടെത്താം. എനിക്കറിയാം ശ്യാമയ്ക്ക് ക്യാമറയുടെ മുമ്പിൽ വരുന്നത് ഇത്തിരി ഷൈ ആണ് അല്ലേ, നല്ല രീതിയിൽ അത് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ തന്നെ ഇവിടെ ഇരിക്കുന്നത് നല്ല ടെൻഷനിലാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്യാമയ്ക്ക് ഈ സ്ലോ പാട്ടുകളെ പറ്റുള്ളൂ. ഇപ്പൊ ഒരു അടിച്ചുപൊളി പാട്ട്, ഇപ്പൊ ഒരു ഗാനമേളയിൽ വരികയാണെങ്കിൽ ഈ കുട്ടി ഒരു നല്ല അടിച്ചുപൊളി പാട്ട് എങ്ങനെ പാടുമെന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു അടിപൊളി പാട്ട് പാടി പാടാം. ഇപ്പം റീസെന്റ് എന്ന് പറയാൻ പറ്റില്ല, RDX മൂവിയിലെ നീലനിലവേ. നീലനിലവേ നിലവിൽ അഴകെ താരമരികെ വിരിയും ചിരിയെ പാറി ഉയരാൻ ചിറകിൽ അലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ താനെ മാറിയിൻ ലോകവും നിന്റെ ഓർമ്മയാലേ 100 പൊൻകിനാവിന്നിതാ മിന്നി എന്നിലാകെ നീ തൂവൽ പോലെ കാറ്റിൽ വന്നിൻ നെഞ്ചിൽ തൊട്ടില്ലേ ജീവനേ. അടിപൊളി. അപ്പൊ നമുക്ക് എല്ലാം പാടാൻ പറ്റും, എല്ലാ ടൈപ്പ് പാട്ടും പാടാൻ പറ്റും. സിനിമയിൽ എത്ര ഫാസ്റ്റ് ആണെങ്കിലും എന്തായാലും പാടാൻ പറ്റും. ഫസ്റ്റ് ആദ്യമായിട്ട് പ്രൊഫഷണൽ ആയിട്ട് ഒരു CD-യിൽ ഒരു ഓഡിയോ ഇതിലേക്ക് പാടിയത് ഏത് പാട്ടാണ്? SLV ക്രിയേഷൻസിന്റെ രാമസങ്കീർത്തനം എന്ന് പറഞ്ഞിട്ട് ഒരു ആൽബത്തിലെ ഒരു പാട്ടാണ്. അത് ഏത് ഇയറിലായിരുന്നു? ഓർമ്മയില്ല എനിക്ക്, വളരെ ചെറുപ്പമായിരുന്നു. ശരി. പിന്നെ സിനിമയിൽ ഏതോ സിനിമയിൽ പാടിയില്ലേ? ഇപ്പം പാടി, റീസെന്റ് ഒരെണ്ണം പാടി, ധർമ്മയോധ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയിൽ പാടി. റിലീസായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആ പാട്ട് ഇവിടെ പാടാൻ പറ്റില്ല അല്ലേ? അതെ. ഓക്കെ. ഇപ്പൊ സിനിമയിലേക്കൊക്കെ ട്രൈ ചെയ്തിരുന്നില്ലേ? ട്രൈ ചെയ്തിട്ടില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളത് എങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന അറിയില്ല, ആരുടെ അടുത്താണ് എത്തേണ്ടതെന്ന് അറിയില്ല. ഇപ്പം ഇതുവരെ റെക്കോർഡിങ്ങിനൊക്കെ നമുക്കിങ്ങനെ നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ട് അങ്ങനെ വിളിച്ച് പാടിപ്പിക്കുകയായിരുന്നു. കണക്ഷനിൽ ഇങ്ങനെ വിളിക്കുമല്ലോ, ഫിലിമിലേക്ക് എങ്ങനെയാന്ന് അറിയില്ല. ശരി. ശരിക്കും പറഞ്ഞാൽ ശ്യാമ ഇപ്പോൾ 2009 കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഈ ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ പാടുമ്പോൾ സാമ്പത്തികമായിട്ട് ഇപ്പം നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ ശ്യാമ ഇടുന്നൊരു അല്ലെങ്കിൽ ശ്യാമയ്ക്ക് അവരിടുന്നൊരു റേറ്റ് ഉണ്ട്. അത് ചിലപ്പോൾ എത്രത്തോളം വളരെ കുറച്ചായിരിക്കാം ചിലപ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവരായിട്ടൊരു ബന്ധമില്ല അല്ലേ? പിന്നെ അവരെല്ലാ സീസണിലും പിന്നെ അവരാണ് ഇതിന്റെ പാരിതോഷികങ്ങളും കാര്യങ്ങളൊക്കെ ഇത് അവർക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ട് ഇപ്പൊ നമ്മുടെ പാട്ട് ഇത്രയും ട്രെൻഡിങ് ആയി, ഞങ്ങൾക്ക് ഈ ഒരു പാട്ട് വഴി ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സമ്മാനം തന്നിട്ടുണ്ടോ ആരെങ്കിലും? ഒരാൾ തന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സജിതേട്ടൻ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, മരിച്ചിട്ട് പോലും ഞാൻ കാണാൻ പോയില്ല. എനിക്ക് അത്രയും ഞാൻ വല്ലാത്ത വിഷമത്തിലാവും. എനിക്ക് അത്രത്തോളം പാട്ടുകൾ തന്നത് സൈതേട്ടനാണ്. SLV ക്രിയേഷൻസിന് വേണ്ടി പാടിയിട്ടുണ്ട്, പക്ഷെ അതിൽ കൂടുതൽ പാട്ടുകൾ എനിക്ക് സൈതേട്ടൻ ഞാൻ പാടിയിട്ടുണ്ട്. ഇപ്പം ഈ മിഴിയഴകായാലും രാഘവരാമൊക്കെ ആയാലും ഒരു പ്രൊഡ്യൂസർ ചേർന്നാണ്. അപ്പം മിഴിയഴക് ഹിറ്റായപ്പോൾ അവരൊരു വിജയാഘോഷമൊക്കെ ഉണ്ടായിരുന്നു ഗുരുവായൂർ വെച്ചിട്ട്. അപ്പോൾ ഒരു മൊമെന്റ് MC ഓഡിയോസിന്റെ ഒരു മൊമെന്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇല്ല, ഫാമിലി ആയിട്ട് എനിക്ക് കണക്ഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ റീൽസിലും ഇതിലൊക്കെ ഈ പാട്ട് ഹിറ്റ് ആവുമ്പോൾ ഒരു സൈഡിൽ നമ്മൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ മറ്റേ സൈഡിൽ നമുക്കൊരു ചേട്ടൻ്റെ ആത്മാവും കാണുന്നുണ്ടോ? കാരണം എല്ലാം എനിക്ക് വേണ്ടി ചെയ്തു വെച്ചു, നമുക്ക് വേണ്ടിയിട്ട് എല്ലാം ഒരുക്കി തന്നിട്ട് അദ്ദേഹം നമ്മുടെ അടുത്ത് നിന്ന് പോയി. അതെ, എന്നെ പോലെ ഒരുപാട് പാട്ടുകാരെ ഇപ്പം വലിയ സിംഗേഴ്സിന് അദ്ദേഹത്തിന്റെ MC ഓഡിയോസ് എന്ന് പറയുമ്പോൾ അറിയാലോ, അത്രയും വലിയൊരു മ്യൂസിക് കമ്പനിയാ. എന്നെ പോലെ ഒരാളെ വിളിച്ചൊക്കെ പാടിക്കാന്ന് പറയുന്നത് ആളെ സംബന്ധിച്ച് റിസ്ക് ആണ്. കാരണം എന്റെ ഫേസ് ഫെമിലിയർ എല്ലാവർക്കും. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തായാലും അതിനുള്ളൊരു സമയം ഇനി ആയിരിക്കുകയാണ്. കാരണം ചിലപ്പോൾ ഇത്ര ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളൊരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിക്കണം എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു വിജയത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് സഞ്ചരിക്കണം എന്ന് പറയുന്ന പോലെ ശ്യാമയുടെ അടുത്തൊരു സ്റ്റെപ്പ് വിജയത്തിലേക്കുള്ള യാത്ര ചിലപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യായിരിക്കും. ഇപ്പം നമ്മൾ പറയുന്ന പോലെ ഇപ്പോൾ സാമ്പത്തികമായിട്ടാണെങ്കിലും എല്ലാ രീതിയിലും നമുക്ക് മുന്നേറണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഇതിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇപ്പം ശ്യാമയ്ക്ക് പേടിയാണ്, എങ്ങനെ ഒരാളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യും, സിനിമയിലേക്ക് പോകണമെങ്കിൽ തന്നെ ആരെ കാണണം.
അതാണ് ഒരുപാട് ആളുകളിലേക്ക് ഇനിയും ശ്യാമ എത്താനുണ്ട്. അപ്പൊ അതിനുള്ള ആളുകൾ എത്രയും പെട്ടെന്ന്. ഇപ്പൊ അനിയനും മ്യൂസിക് കമ്പോസ് ചെയ്യുന്നില്ലേ? അനിയന്റെ പേര് ശ്രീജിത്ത്. അപ്പൊ എല്ലാവരും ഇപ്പൊ അച്ഛൻ കാണിച്ചെന്ന വഴികളിലൂടെ ഇപ്പൊ മക്കള് രണ്ടുപേരും ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ശ്രീജിത്ത് വഴിയാണെങ്കിലും പല രീതിയിൽ അങ്ങനെ ഒരു കണക്ഷൻ എത്രയും പെട്ടെന്നൊക്കെ ഉണ്ടാവട്ടെ കേട്ടോ. അതേപോലെ തന്നെ ശ്യാമം ഇപ്പൊ ഈ പാട്ടുകളെല്ലാം പാടി ഇനി എനിക്കൊരു ആഗ്രഹമുള്ള ഒരു ഡിവോഷണൽ സോങ് ശ്യാമയുടെ ആ ഒരു ശബ്ദത്തിൽ കേൾക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാനത് പറഞ്ഞോട്ടെ, ലിറിക്സ് അറിയാവുന്ന അത്രയും പാടിയാൽ മതി. ഒരു തുളസിക്കതിർ നുള്ളിയെടുത്തെന്ന് തുടങ്ങുന്ന ഒരു ഗാനമില്ലേ, അതൊന്ന് പാടാമോ? തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണാ 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 കണ്ണാ. അടിപൊളി, നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഇനിയിപ്പോ നമ്മൾ ഇത്രയും നാളിപ്പോ വേദികളിൽ പാട് ഇതൊക്കെ ചെയ്തതിൽ ഏറ്റവും ലൈഫിൽ സന്തോഷം തോന്നിയ ഒരു മൊമെന്റ് ഏതായിരുന്നു? സന്തോഷം തോന്നിയ മൊമെന്റ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഓർത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു മൊമെന്റ് പറഞ്ഞു. ഇവിടെ കൊച്ചിയിൽ തന്നെ റെക്കോർഡിങ്ങിന് വന്നപ്പം MC ഓഡിയോസിന്റെ ഇതിൽ തന്നെ അപ്പം ദുർഗ ചേച്ചി പാടാനുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കൂടെ ആർട്ടിസ്റ്റുകൾ ഈ ആൽബത്തിൽ പാടാനുണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ കാണുന്നില്ല അവരെ, പല ഡേറ്റിലല്ലേ വെക്കുക. പിന്നെ ആകസ്മികമായിട്ട് ചേച്ചിനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം സൈതേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ശ്യാം ഇങ്ങനെ പരിചയപ്പെടുത്തിയപ്പം നമുക്ക് ചേച്ചിനെ അറിയാലോ. അപ്പൊ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, പുള്ളിക്കാരി ഇപ്പോൾ ഓർക്കുന്നുണ്ടോന്നറിയില്ല, ചേച്ചി ഇങ്ങനെ പറഞ്ഞു, അയ്യോ ഇത് കൊച്ചുകുട്ടിയുടെ ശബ്ദമാണ്, പക്ഷെ ഞാനിങ്ങനെയല്ല, ചെറിയ കുഞ്ഞായിരിക്കുന്ന വിചാരിച്ചേ. പലർക്കും അറിയില്ല ഈ കാര്യം. ഓക്കെ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നമ്മളിപ്പോ പാട്ട് കേട്ട് സിനിമ പാട്ടുകളൊക്കെ നമ്മൾ കുറച്ച് പാട്ടുകളൊക്കെ പാടി. ഇനി ഒരു കാര്യം കൂടി, നാടൻ പാട്ട് പാടിയിട്ടുണ്ടോ? നാടൻ പാട്ട് അനിയനിങ്ങനെ മ്യൂസീഷ്യൻ ആയതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചൊക്കെ ഇങ്ങനെ ചെയ്തു പഴയ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ശരി, ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മുടെ ഇപ്പൊ നാടൻ പാട്ടിൽ ഇപ്പൊ ട്രെൻഡിങ്ങിൽ കയറുന്ന പ്രസീത ചേച്ചിയുടെ കുറെ പാട്ടുകളൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പൊ പ്രസീത ചാലക്കുട്ടിയുടെ ഒരു പാട്ട് കേൾക്കണോ എന്ന് പറയുന്ന ഒരു ഗാനമില്ലേ, അതെനിക്ക് വേറൊരു ശബ്ദത്തിൽ ഒന്ന് കേട്ട് നോക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒന്ന് പാടാമോ? ശരി. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ഓക്കെ, അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും ഈ പാട്ട് എനിക്ക് വേറെ ശബ്ദത്തിൽ കൂടി ഒന്ന് കേൾക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ എന്തായാലും ശ്യാമ ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു മേഖലയിലേക്ക് എത്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പല വഴി കൂടി ആഗ്രഹങ്ങൾ ഒരു സൈഡില്, കുടുംബം ഒരു സൈഡില്, എല്ലാം ഒരേപോലെ പോകണം. ഒരു സൈഡിൽ ഫാക്കൽറ്റി സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യുന്നു, തൊട്ടപ്പുറത്തിന് മോനുണ്ട്, ഹസ്ബൻഡ്, എല്ലാ ഫാമിലിയൊക്കെ ആയിട്ട് ഒരു സൈഡിൽ കൂടി പോകുന്നു. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ തന്നെ നമുക്ക് നമ്മുടെ വളർച്ചയ്ക്ക് പലരുടെയും സപ്പോർട്ട് വേണം. ഒരുപാട് പേരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ആ ആത്മധൈര്യവും ഇതൊക്കെ തരുന്ന ഒരുപാട് ഗുരുക്കന്മാരും നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ആളുകളുണ്ടാവും. ആരൊക്കെയാണ് ഇതേപോലെ നമ്മളെ സപ്പോർട്ട് എടുത്ത് പറയാവുന്ന കുറച്ച് ആൾക്കാർ? കുറെ പേരുണ്ടാവും. ആരുടെങ്കിലും പേര് വിട്ടു പോവുകയാണെങ്കിൽ ക്ഷമിക്കണം. ഇതുപോലത്തെ ഒരു ഷോയിലൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ വളരെ കുറച്ച് ആൾക്കാരുടെ പേരായിരിക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത്. 1-2 ആൾക്കാരുടെ പേരൊക്കെ പ്രധാനമായിട്ടും ഗുരുക്കന്മാർ തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ അന്നമനട ബാബുരാജ് മാസ്റ്റർ, അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പം സാധകം എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ മാഷിൻ്റെ വളരെയധികം സപ്പോർട്ടുണ്ട്. എപ്പോൾ വീട്ടിൽ പോയാലും എനിക്ക് ബുക്സ് ഒക്കെ തന്ന് മാഷ് വിടും. പിന്നെ ഇവിടെ കൊച്ചിയിലെ അക്കാഡമിയിൽ ആറൽവിൽ പഠിക്കുന്ന സമയത്ത് കിട്ടിയ ഗുരുക്കന്മാരുണ്ട്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഷർമിള മിസ്, പിന്നെ എനിക്ക് വീണയിലെൻ്റെ മിസ് പ്രൊഫസർ ശീലാവതി ഷെട്ടി, പിന്നെ അച്ഛൻ്റെ ഫ്രണ്ട്
സെബാസ്റ്റ്യൻ ഏട്ടൻ ഒരുപാട് വർഷങ്ങളായിട്ട് എന്നെ കുഞ്ഞിലേ തൊട്ട് അച്ഛനും സെബാസ്റ്റ്യനും കൂടിയാണ് പ്രോഗ്രാമിന് കൊണ്ടുപോകും. അപ്പോൾ ഇവരെ എല്ലാവരും സാമ്പത്തികമായിട്ടും അല്ലാതെയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരുപാട് സപ്പോർട്ടുകൾ ഇനി ആവശ്യമാണ് ശ്യാമയ്ക്ക് സിനിമയിൽ പാടണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ളതല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ സിനിമയിൽ പാടാൻ പറ്റിയില്ലെങ്കിലും അതിനു മുമ്പ് ഇപ്പൊ ശ്യാമ ഒരു സിനിമയിലൊക്കെ പാടി, ഇപ്പൊ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാള് ശ്യാമയുടെ പാട്ടിൽ അഭിനയിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? അതൊന്ന് ശ്യാമ തന്നെ ഒന്ന് പറഞ്ഞേ. നമുക്ക് ഒരു ചിന്തകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഈ ഫിലിമിൽ പാടുന്ന ഏതൊരാളുടെ ഒരു ആഗ്രഹമാണ് ഫിലിമിൽ എത്തിപ്പെടുക. കാരണം ഫിലിം നമ്മൾക്കൊക്കെ ആർട്ടിസ്റ്റുകളൊക്കെ ആരാധനയോട് കൂടിയിട്ടല്ലേ നമ്മൾ നോക്കി കാണണം. അപ്പം ഇങ്ങനെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഇങ്ങനെ അപ്പം നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള ദിലീഷ് പൂത്തൻ സംവിധായകൻ സാറിൻ്റെ ഒരുപാട് ഫിലിമൊക്കെ ഹിറ്റാണ് കേട്ടോ. എല്ലാ ഫിലിമും ഏകദേശം ഹിറ്റാണ്, പാട്ടുകളും നല്ല പാട്ടുകൾ. അപ്പം നമുക്കൊരു ആഗ്രഹം ഇപ്പം ഹിറ്റ് സൃഷ്ടിക്കുന്ന സംവിധായകരുടെ സിനിമയിലൊക്കെ ആരോടും ഞാൻ ഷെയർ ചെയ്തില്ല, ആരോടും പറഞ്ഞില്ല. ഇങ്ങനെ ഉള്ളിൽ തോന്നി ഒരു തോട്ട് വന്നു. അപ്പം ഞാനിങ്ങനെ വന്നപ്പം അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണ ഇങ്ങനെ ചിന്ത വരുമ്പോൾ നമ്മൾ അതിലിങ്ങനെ മുഴുകും. അപ്പം ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ ഇരുന്ന് ഇങ്ങനെയെങ്കിലും എനിക്കൊന്ന് പാടാൻ അവസരം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അപ്പം വിഷമം വരും, എന്നാൽ എൻ്റെ ഒരു സന്തോഷമുണ്ടോ. അപ്പം അടുത്ത ദിവസം ചിന്ത വരും, പിന്നത്തെ ദിവസം ചിന്ത വരും. അപ്പം അങ്ങനെ ഇരിക്കലേ സിറ്റി ചാനലിൽ രാവിലെ എൻ്റെ ഭക്തിഗാനങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം ഇന്ന് രാവിലെ കൂടി ഉണ്ടായിരുന്നു, ഞാനത് കേട്ടിട്ടായിരുന്നു. അപ്പോൾ എന്തോ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ പാട്ടിങ്ങനെ കേൾക്കുന്നുണ്ട്, ഞാൻ പാടി പാട്ട്. അപ്പൊ എന്റെ കളക്ഷനിൽ ഇല്ലാത്തൊരു പാട്ടാ അത്. ഇപ്പോഴും ഷൂട്ട് ചെയ്തിട്ടില്ല. അതെ. അപ്പൊ ഞാനിങ്ങനെ ടിവിയിൽ വന്നിങ്ങനെ നോക്കിയപ്പം വിഷ്വല കാണിക്കണേ. അപ്പൊ ഒരു കുട്ടി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക, മേലെ മേലെ ഒരു കാവുണ്ടേ കീഴെ വേറെ ഒരു കാവും MC ഓഡിയോസിന്റെ. അപ്പൊ ഞാനിങ്ങനെ നോക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആഗ്രഹം ഇങ്ങനെ നിൽക്കണ്ടല്ലോ ദിലീഷേന്റെ സാറിന്റെ ഫിലിമില് 2-3 ദിവസമായിട്ടുള്ളൂ. അപ്പൊ നോക്കിയപ്പോ വേറൊരാളുടെ എൻട്രി അതിൽ ദിലീഷേട്ട അഭിനയിച്ചിട്ടുണ്ട് ആ പാട്ടില്. അപ്പൊ നേരിയൊരു ആശ്വാസം. സിനിമയിൽ പാടണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളാ, പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഒതുക്കിയപ്പോ ഞാൻ പാടിയ പാട്ടില് ദിലീഷേട്ടൻ അഭിനയിച്ചേക്കുന്നു. ഭയങ്കര ഒരു സന്തോഷമായി. അപ്പം ആ ഒരു മൊമെന്റ് പിന്നീട് ഞാൻ ഇതുവരെയൊക്കെ ഷെയർ ചെയ്തു. തുറന്നു പറയാൻ പേടിയാണ് ക്ഷമയ്ക്ക്, എല്ലാത്തിനോടും പേടിയാണ്. അപ്പൊ എന്തായാലും അങ്ങനെ പേടിക്കുന്നു വേണം. അത് നല്ലൊരു മൊമെന്റ് ആണ് കേട്ടോ. പിന്നെ നമ്മള് പറയുമ്പോഴേ നമുക്കത്. അപ്പൊ എന്തായാലും ഇതേപോലെ ഇനിയിപ്പോ ദിലീഷേട്ടൻ നമ്മുടെ പാട്ടിൽ അഭിനയിച്ചിരിക്കുന്നു, അതേപോലെ ദിലീഷേട്ടന്റെ സിനിമയിലും പാടാൻ പറ്റട്ടെ കേട്ടോ. മുമ്പോട്ടുള്ള യാത്രയ്ക്ക്, ഈ ഒരു സംഗീതത്തിന്റെ ഒപ്പമുള്ള യാത്രയ്ക്ക് ഒരുപാട് സപ്പോർട്ടുകൾ ഇനി ശ്യാമയ്ക്ക് ആവശ്യമുണ്ട്. അപ്പൊ ആ സപ്പോർട്ടുകളെല്ലാം എല്ലാവരുടെയും ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ ഇനി ഉണ്ടാവട്ടെ. ശ്യാമ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഒരു സിനിമയിലേക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ എനിക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ എനിക്ക് അറിയില്ല, ആരെ കാണണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞില്ലേ, അതെല്ലാം ആൾക്കാർ അറിഞ്ഞ് ശ്യാമനെ അന്വേഷിച്ച് വരുന്നൊരു അവസ്ഥ ഉണ്ടാവട്ടെ എത്രയും പെട്ടെന്ന്. മാത്രമല്ല ഒരു കുട്ടിയുടെ ശബ്ദം മാത്രമല്ല, നമ്മളൊരു കുട്ടിയുടെ വോയിസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ശ്യാമനെ ഇവിടെ കൊടുക്കുന്നത്. ശ്യാമയ്ക്ക് ഏത് തരത്തിലുള്ള ആളുകളുടെ ശബ്ദത്തിലും അല്ലെങ്കിൽ ഏത് ക്യാരക്ടർ, ഏത് പ്രായത്തിലുള്ള ആളുകളുടെ ഒപ്പം പാടാനുള്ള ഒരു കഴിവുണ്ട്, ഏത് തരത്തിലുള്ള പാട്ട് പാടാനുള്ള ഒരു കഴിവുണ്ട്. അതിപ്പോ ഞാൻ പറഞ്ഞിട്ട് വേണ്ട, ഇപ്പൊ ശ്യാമോട് തെളിയിച്ചാണ്, പല സ്ഥലങ്ങളിലും ശ്യാമോട് തെളിയിച്ചാണ്. ശ്രമിക്കാൻ തന്നെ നമുക്കത് പറ്റും. അപ്പൊ ഒരുപാട് കാസറ്റുകളിലും അങ്ങനെ ഇങ്ങനെയൊക്കെ പാടി, ഒരുപാട് വേദികളിൽ പാടി, ഒരു ഗ്യാപ്പ് എടുത്തു, കുടുംബവും ഇതൊക്കെ ആയിട്ട് ഒരു സൈഡിൽ കൂടി കൊണ്ടുവന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് ശ്യാമയുടെ സിനിമയിലേക്കാണെങ്കിലും ഇനിയുള്ള മുമ്പോട്ട് വളർച്ചയ്ക്കുള്ള സപ്പോർട്ടുകൾ എത്രയും പെട്ടെന്ന് ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടട്ടെ. വിചാരിച്ച പോലെ തന്നെ ദാസേട്ടന്റെ, ചിത്ര ചേച്ചിയുടെ, ഇവരുടെയൊക്കെ കൂടെ വേദി പങ്കിടാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും ശ്യാമയ്ക്ക് ഞങ്ങളുടെയും ജാങ്കോ സ്പേസ് ടീമിന്റെ വഴി ഞങ്ങൾ അറിയിക്കുകയാണ്. ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. അപ്പൊ ഇതേപോലത്തെ കലാകാരികളെയാണ് നമ്മൾ എല്ലാവരും വളർത്തിക്കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. താങ്ക് യു.